കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനം ശ്രവിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. നമ്മെക്കുറിച്ച് വിചാരപ്പെടുക എന്ന് പറയുന്നത് വെറും വചനത്തിൽ അല്ലെങ്കിൽ ഒരു വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നതല്ല. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ എല്ലാവരും അവരുടേതായ അനുഭവത്തിൽ കൂടെ സാക്ഷീകരിക്കാവുന്ന ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവത്തിൽ നാം ആശ്രയിക്കുന്നു എന്നുള്ളതായ ഒരു നിശ്ചയം. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷനായി. ശിഷ്യന്മാർ വിചാരിച്ചത് ഇനിയും ഈ യേശു മരണമില്ലാത്തവനായി തീർന്നതിനാൽ എക്കാലവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പത്രോസും ശിഷ്യന്മാരും ഒരു പക്ഷെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും, ആശിച്ചിട്ടുണ്ടാകാം, മനസ്സിൽ ചിന്തിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായി കർത്താവ് അവർക്ക് പ്രത്യക്ഷനായെങ്കിലും അവരെ വിട്ട് മേഘത്തിൽ അപ്രത്യക്ഷമാകുന്ന ഒരു അനുഭവം കൂടെ വന്നപ്പോൾ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരു നിശ്ചയമില്ലായ്മ അവരെ കീഴടക്കുവാൻ തുടങ്ങി. ഇനിയും എങ്ങനെ ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിക്കുവാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ പത്രോസ് ഒരിക്കൽ തൻ്റെ സഹപാഠികളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് കൂട്ടം കൂടി ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ പത്രോസ് കൂടെയുള്ളവരോട് പറഞ്ഞു, ഇനിയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വീട് കഴിയണമെങ്കിൽ അല്ലെങ്കിൽ പട്ടിണി മാറ്റണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചെങ്കിലേ മതിയാവും. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്തു പറയുന്നു? കൂട്ടുകാരായ ശിഷ്യന്മാരും അവരും പറഞ്ഞു, ഞങ്ങളും നിന്നോടൊപ്പം ഒരു സമയത്ത് യേശുവിൻ്റെ ക്ഷണനം കേട്ടുകൊണ്ട് വന്നതാണ്. നമുക്കും അറിയില്ല ഇനി എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങളും നിന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ പോയി. ആ രാത്രി മുഴുവനും മുക്കുവരായ ആ ശിഷ്യന്മാർ എല്ലാവരും മുക്കുവന്മാരാണ്, മുക്കുവ കുടുംബമാണ് കൂടുതലും. അവരെല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ച് നോക്കി. പക്ഷെങ്കിൽ രാത്രി മുഴുവനും പരിശ്രമിച്ചിട്ടും ഒന്നും അവർക്ക് കിട്ടിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും ദൈവം അനുവദിച്ചിട്ടേ പറ്റത്തുള്ളൂ. ദൈവമാണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരുന്നത്. നാം ദൈവമക്കളാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തു വരണം, എന്തുണ്ടായിരിക്കണം എന്ന് ദൈവം നിശ്ചയിക്കും. അതുപോലെ നടക്കും. നാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതായൊരു ബോധം നമ്മളിൽ വരുത്തേണ്ടതിന് ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ, ഇല്ലായ്മകളിൽ കൂടെ ദൈവം നമ്മെ പലപ്പോഴും വഴി നടത്തും. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്നപ്പോൾ നിരാശയോടുകൂടെ, കാരണം വാടകയ്ക്ക് എടുത്തിട്ട് പോയ പടകിനും വലയ്ക്കും വാടക കൊടുക്കാൻ പോലും അവരുടെ കയ്യിൽ ഒന്നുമില്ല. വീട്ടിലേക്ക് എന്തെങ്കിലും കൂട്ടുവാൻ വേണ്ടി അത്താഴത്തിനോ പ്രാതലിനോ ഉള്ള വഴിക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതിയണക്കെ അതുപോലുമില്ല. വെറും കൈയായി വരുന്നതായ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കരയിൽ നിന്ന് ഒരു ശബ്ദം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? പതിവില്ലാത്തൊരു ശബ്ദം. അവരെ ഒരു പിതാവ് എന്നുള്ള രീതിയിൽ ആര് വിളിക്കാനാണ്? പത്രോസിനും കൂടെയുള്ളവരെയും അങ്ങനെ ഒരപ്പനെ പോലെ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു പ്രായം അവരുടെ കഴിഞ്ഞു. അവരെല്ലാവരും മധ്യവയസ്കരാണ്, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞവരാണ് തീർച്ചയായിട്ടും. യേശുവിനോടൊപ്പം ഉള്ളതായ ശിഷ്യന്മാരെല്ലാവരും ഏതാണ്ട് യേശുവിൻ്റെ പ്രായപരിധിയിൽ വരുമെങ്കിലും പത്രോസിന് അല്പം കൂടെ അവരെക്കാൾ പ്രായമുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരേ സമപ്രായക്കാരാണ്. അവരോട് ഇതാ ഒരു പുരുഷ ശബ്ദം കരയിൽ നിന്ന് വരുന്നു, മക്കളെ, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒരു പിതാവിനെ അവർ കരയിൽ കണ്ടു. ആ പിതാവിനോട് അവർ പറയുകയാണ്, ഇല്ല, ഒന്നുമില്ല. ഒറ്റ വാക്കേ അവർ പറഞ്ഞുള്ളൂ, ഒന്നും ലഭിച്ചില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പിതാവിൽ നിന്ന് അടുത്ത ആജ്ഞ വരുന്നത് പടകിൻ്റെ വലതുവശത്ത് വലയിടുക. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശുവിൻ്റെ ശബ്ദമാണ്, യേശുവാണ്. ഇപ്പോൾ
നേരത്തെ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവരോടൊപ്പം സഹപാഠിയായിരുന്നു, അവരുടെ ഗുരുവായിരുന്നു, അവരുടെ നായകനായിരുന്നു, അവരുടെ ലീഡറായിരുന്നു, അവരോട് പ്രസംഗിക്കുന്നവനായിരുന്നു, ദൈവത്തിൻ്റെ ആലോചനകളെ അവരോട് പറഞ്ഞു കൊടുക്കുന്നവനായിരുന്നു, അനേക ബുദ്ധിമുട്ടുകൾക്ക് അവരെ സഹായിക്കുന്നവനായിരുന്നു, അവരുടെ കഷ്ടതയിലൊക്കെ അവരോടൊപ്പം നിൽക്കുന്നവനായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം ഒരു പിതാവിൻ്റെ റോളിൽ വന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രോസിന് ഓർമ്മ വന്നു. അവരെ ഒരു ഉപമ പറഞ്ഞു കർത്താവ്. ഈ ഭൂമിയിലുള്ളതായ കുഞ്ഞുങ്ങൾ അവരുടെ പിതാക്കന്മാരോട് അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര വലിയ നന്മയെ കൊടുക്കും എന്ന് അവരോട് ഒരിക്കൽ പറഞ്ഞതായ ഉപദേശം പത്രോസിൻ്റെ ചെവിയിൽ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ വീശുകയുണ്ടായി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞതെല്ലാം അവർക്ക് മനസ്സിലായത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ റോൾ സ്വീകരിച്ചിതാ ഒരു പിതാവ് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്ന നന്മകളെ കാണുവാൻ തക്കവണ്ണം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളിൽ സ്ഥാപിക്കേണ്ടതിന് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക പോരായ്മകളെയും ഇല്ലായ്മകളെയും ശൂന്യതകളെയും സൃഷ്ടിക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ എന്നുള്ളതായ ഒരു ബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ, അപ്പനും മക്കളും എന്നുള്ളതായ ഒരു ബന്ധത്തിൽ നാം ദൈവവുമായിട്ട് വരുമ്പോൾ, യേശുവുമായിട്ട് വരുമ്പോൾ, അവിടെ ഇതാ സംഗതികളുടെ ആ രംഗങ്ങളെല്ലാം മാറുകയാണ്. കർത്താവ് പറഞ്ഞു, പടകിന് വലതുവശത്ത് വല വീശുക. അങ്ങനെ വലയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്ര വലിയ ഒരു മീനിൻ്റെ പെരുത്ത കൂട്ടം വലയിൽ കുടുങ്ങി. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ ഏത് റോളിലാണ് നിങ്ങൾ കാണുന്നത്? അപ്പനും മക്കളും എന്ന പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാർക്ക് അവരോട് കനിവ് തോന്നുന്നു, കൃപ തോന്നുന്നു. തന്നോട് യാചിക്കുന്നവർക്ക് എത്ര വലിയ നന്മ നമുക്ക് തരും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധികൾ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. ആ ദൈവം നമ്മോട് എപ്പോഴും ദൈവമായിട്ട് തന്നെ അകലം പാലിക്കാതെ നമ്മോട് ഒപ്പം നമ്മുടെ കഷ്ടതകളിൽ നമ്മെ ചാരത്തണഞ്ഞു വരുന്ന പിതാവിനെ പോലെ നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നു. നമ്മെ ദൈവവും എന്നുള്ള ഒരു വിധിയിലാണ് നാം ദൈവത്തെ കാണുന്നതെങ്കിൽ, കർത്താവ് ഒരു പടിയുടെ നമുക്ക് മുൻപായി കർത്താവ് വന്ന് നമ്മുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ദൈവം എന്ന് മാത്രമല്ല, ഞാനും നിങ്ങളും ദൈവവും മക്കളും എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി അപ്പനും മക്കളും എന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരു സന്ദേശം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നു. നമ്മുടെ പോരായ്മകളെ കർത്താവ് അറിയുന്നു. കർത്താവ് നികത്തുമ്പോൾ മാത്രമേ പോരായ്മകൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ഇല്ലായ്മകൾ സമൃദ്ധിയായി മാറണമെങ്കിൽ ദൈവം തരുന്നത് അതൊരു സമൃദ്ധിയായ ജീവനായിരിക്കും, സമൃദ്ധിയായ ഫലങ്ങളായിരിക്കും. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നമ്മുടെ വിശപ്പിനെ തിരിച്ചറിയുന്നവൻ, കൂട്ടുവാൻ പോലും ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്നവൻ, നമ്മുടെ വയറിനെ അറിയുന്നവൻ, നമ്മുടെ പ്രാണനെ അറിയുന്നവൻ, നമ്മുടെ ആരോഗ്യത്തെ അറിയുന്നവൻ, നമ്മുടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥകളെ അറിയുന്നവൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളെ അറിയുന്നവൻ, ആവശ്യങ്ങളെ അറിയുന്നവൻ ഈ പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നമ്മളെ വിളിക്കുന്ന വിളി, ദൈവം നമ്മെ വിളിക്കുന്ന വിളി, കർത്താവ് വിളിക്കുന്ന വിളി നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് കർത്താവിൽ വിശ്വസിക്കുവാൻ, ഒരു പിതാവിനെ പോലെ തന്നെ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പോരായ്മകളെ ഈ പ്രഭാതത്തിൽ നികത്തിത്തരുന്നതിന് സർവശക്തനായ ദൈവം മതിയായവനെന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് അറിയിക്കുന്നു. ഇത്ര വലിയ സ്നേഹം കർത്താവ് നമ്മുമായിട്ട് തന്ന ആ ക്രൂശിലെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.